ഇതൊരു വിരോധാഭാസമാണ്, പാരഡോക്സ് എന്നൊക്കെ പറയും അല്ലേ. അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷ, ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് PSC എക്സാംസ് എഴുതുന്നത്. പക്ഷെ PSC എക്സാം പാസ്സാകാൻ നിങ്ങളെ അനുവദിക്കാതിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് തന്നെയാണ്. കാര്യം കുറച്ച് പാടാണ് സബ്ജക്റ്റ് അല്ലേ. പക്ഷെ അതല്ല, പഠിക്കേണ്ട രീതിയിൽ ശാസ്ത്രീയമായി പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് നമുക്ക് ധാരാളം മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഡിഗ്രി പ്രിലിംസ് എക്സാം വരാൻ പോവാ, എല്ലാവർക്കും ടെൻഷൻ എക്കണോമിക്സിന്റെ 5 മാർക്ക് എങ്ങനെ ഒപ്പിക്കും എന്നുള്ള കേസിലാണ്. പലരും ഓൾറെഡി ചോദ്യപേപ്പർ കൈ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തെ ചോദ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ എക്കണോമിക്സിന് വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളൊന്ന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു സേഫ് സ്കോർ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ നേടാൻ സാധിക്കും. ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതായത് കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്ത മാക്സിമം മാർക്ക് എങ്ങനെ നേടാൻ സാധിക്കും, അതിനോടൊപ്പം തന്നെ ഏത് പുസ്തകങ്ങൾ ഉപയോഗിച്ചാണ് പഠിക്കേണ്ടത്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനലിൽ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാംസിന് ഒത്തിരി ഉപയോഗപ്പെടുക. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ധാരാളം ഷോർട്ട് കട്ട്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ചോദ്യങ്ങൾ പ്രവചിക്കാൻ ഇപ്പോഴുള്ള PSC പാറ്റേണിൽ വളരെ ലളിതമാണ്. കഴിഞ്ഞ PSC എക്സാമിന് പ്രിലിംസിന് വന്നൊരു ചോദ്യമാണ് അതല്ലേ, ട്രഷറി ബിൽസ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രഷറി ബിൽസിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ചോദ്യമൊക്കെ PSC ചോദിക്കുന്നത്. അതിനെപ്പറ്റി ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ ഇതേ ചോദ്യം UPSC സിവിൽ സർവീസസ് പ്രിലിംസിൽ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ UPSC ചോദ്യങ്ങൾ, മുൻകാല വർഷത്തെ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രീ മാർക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതിലെ പല സ്റ്റേറ്റ്മെന്റും കോപ്പി പേസ്റ്റ് ചെയ്താണ് ഈ ഒരു ചോദ്യം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതൊരു ഷോർട്ട് കട്ട് ആണ്. ഇനി ഷോർട്ട് കട്ട്സ് ഞാൻ താഴെ കയറുന്നത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം സമഗ്രമായിട്ട് ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി പഴുതടച്ച് തയ്യാറെടുക്കണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് മാത്രമല്ല, എല്ലാ വിഷയങ്ങളും സമഗ്രമായി പഠിപ്പിക്കുകയും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്സിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഈ ഒരു ബാച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഡെമോ ക്ലാസ്സുകൾ കിട്ടും. ഡെമോ ക്ലാസ് മാത്രം കണ്ടാൽ പോലും നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണല്ലോ ചോദ്യം. അതിനു മുമ്പ് സിലബസ് എന്താണെന്ന് അറിയണം. കണ്ടാൽ എത്ര നിഷ്കളങ്കമായിട്ടുള്ള സിലബസ് അല്ലെ, വളരെ ചെറിയൊരു സിലബസ്. ഏറ്റവും സൈസ് കുറഞ്ഞ സിലബസുകളിൽ ഒന്ന് എക്കണോമിക്സിന്റെ ആണ്. പക്ഷെ ഇവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 1.5 ചോദ്യങ്ങളാണ് അല്ലെ. സിലബസിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, GDP, GNP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകത്തിനെ പറ്റി പഠിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 5-year പ്ലാൻസ്, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കാണ്. പക്ഷെ കടൽ പോലെ കിടക്കുക. ഇതിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 21 ടോപ്പിക്സ് ആണ്. ഇത് എവിടെ നിന്ന് പഠിക്കണം? നമ്മുടെ ശങ്കർ ഗണേഷിന്റെ നല്ല ഒരു പുസ്തകമുണ്ട് എക്കണോമിക്സിന്റെ. ശങ്കർ ഗണേഷിന്റെ എക്കണോമിക്സിന്റെ പുസ്തകമുണ്ട്. സോറി, രാത്രിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, നല്ല തണുപ്പാണ്, അതാണ് തുമ്മല്. റൈറ്റ്. അപ്പോ മാക്രോ എക്കണോമിക്സിന്റെ നല്ല ടെക്സ്റ്റ് +2 NCERT-യിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ശങ്കർ ഗണേഷിന്റെ ടെക്സ്റ്റ് പഠിക്കുക, NCERT +2 ടെക്സ്റ്റ് പഠിക്കുക. നമ്മുടെ ക്ലാസ് നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം ഫോളോ ചെയ്താൽ മതിയോ, മറ്റു മെറ്റീരിയൽസിലേക്ക് തൽക്കാലം പോകണ്ട, അതിനുള്ള സമയമില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ. ഇത് കുറച്ച് പഴയ ടോപ്പിക് ആണെങ്കിൽ പോലും ഇപ്പോഴും എക്സ്ട്രീംലി റിലവന്റ് ആണ്. അതിനോടൊപ്പം നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, GDP എന്താണ്, GNP എന്താണ്, NNP എന്താണ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചു പോകണം അല്ലെ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പഠിക്കണം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു കോൺസെപ്റ്റ് ആണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണെന്നുള്ളത്. അപ്പൊ അതിന് ചൂട് പിടിച്ച് ഈ വർഷം നമ്മൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. RBIയും റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഫിസിക്കൽ പോളിസി ഇമ്പോർട്ടന്റ് ആണ്. അഗെയിൻ കോവിഡിന്റെ സമയത്തെ എക്കണോമി അല്ലെ, ഇതിന്റെ ഇമ്പാക്ട് ഇപ്പോഴും ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുകയാണ്. കോവിഡ് ഒക്കെ കഴിഞ്ഞാലോ ഇതൊന്നും പഠിക്കേണ്ട എന്നാണ് വിചാരമെങ്കിൽ അങ്ങനെയല്ല, പഠിക്കണം. ട്രഷറി ബിൽസ്, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ചോദ്യമാണ് ട്രഷറി ബിൽസ്.
PSC തരുന്നൊരു സൂചനയാണ് ഇനി മുതൽ ട്രഷറി ബിൽസിൽ നിന്ന് ചോദ്യങ്ങൾ വരും, പഠിച്ചോണം എന്ന് സൂചന PSC തന്നിട്ടുണ്ട്. നേരത്തെ നമുക്കൊരു ഫ്രീ ഹിറ്റ് കിട്ടി, UPSC ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്ന ചലഞ്ചിങ് ചോദ്യങ്ങളാകാം, അതുകൊണ്ട് ആ ഒരു ഏരിയ നന്നായിട്ട് തന്നെ പഠിക്കാം. 5-year പ്ലാൻസും ബഡ്ജറ്റും ഒക്കെ സ്ഥിരം ചോദ്യങ്ങളാണല്ലോ. അപ്പൊ ബാക്കി ഏരിയാസും നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയാസിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നേറുക. അപ്പൊ എനിക്കിവിടെ നിങ്ങളുടെ പറയാൻ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSC പരീക്ഷകൾ ഒരു സ്ട്രഗിൾ പോലെയാണ് അല്ലെ, അത്യാവശ്യം സ്ട്രഗ്ലിംഗ് ആണ് PSC പരീക്ഷകൾ. ഓരോ PSC റാങ്ക് ഹോൾഡേഴ്സിനും പറയാനുള്ള സർവൈവൽ സ്റ്റോറീസാണ്, അതിജീവനത്തിന്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ ജോലിയിൽ കയറി സാമ്പത്തിക സുരക്ഷ അല്ലെ, ആദ്യത്തെ സാലറി കയ്യിൽ വാങ്ങുമ്പോൾ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അത് മൂല്യമുള്ളതായിരുന്നു. നമ്മൾ കൊടുത്ത ഒരു എന്താ പറയുക ടാക്സ് ആണത് നമ്മുടെ ജീവിതത്തിലെ അത്രയും ഒരു കാലഘട്ടം അല്ലെ, നമ്മുടെ ജീവിതത്തിലെ അത്രയും വിലപ്പെട്ട സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അത് സുരക്ഷിതമായിട്ടുള്ള, സാമ്പത്തികമായി സുരക്ഷിതമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തൊരു ടാക്സ് ആയിട്ടോ ഫീസ് ആയിട്ടോ കരുതിയാൽ മതി. സോ ഈ ഒരു സർവൈവൽ പീരീഡിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഫ്രീ കണ്ടന്റുകൾ ഇതൊരു യൂട്യൂബിലും ടെലിഗ്രാമിലും നമ്മൾ തരുന്നതാണ്. ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അഫോർഡബിൾ കോഴ്സസിനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കമന്റ് ചെയ്യുക, എക്കണോമിക്സിന് മാക്സിമം മാർക്ക് നേടിയെടുക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ എക്കണോമിക്സ് എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.